ജയിക്കതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിലെ രണ്ട് കാര്യങ്ങളോടും ഞാൻ നേരത്തെ ശ്രീ ജാസ്മിനെ കോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് പോസ്റ്റിംഗിന്റെ കാര്യം തന്നെയാണ്. ബഹുമാനിയായ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ആ പോസ്റ്റിംഗിന്റെ കാര്യത്തിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ നിരക്കത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. 1000 പേരുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 250 പേരോ 202 പേരെ പോസ്റ്റിംഗിന് അനുമതി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിലവിലത്തെ ഇന്ത്യൻ സിനാരോയിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും പോസ്റ്റ് ക്രിയേഷനും പോസ്റ്റിംഗും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ കേരളമാണ് ഇന്ത്യയിൽ പ്രഥമ സ്ഥാനത്തുള്ളത്. അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കോട്ട് ചെയ്തിട്ടാണ് ചോദിച്ചത് ഇവരുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്. അതാണ് ഞാൻ ബഹുമാനിയായ രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്തത്. ബഹുമാനിയായ BJP-യുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്, കോൺഗ്രസിന്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് ടു ബിസിനസ്. ആരോഗ്യം, സ്കൂള്, ഇതൊക്കെ സ്വകാര്യ മുതലാളിമാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കോളും. സർക്കാർ എന്ത് ചെയ്താൽ മതി? സർക്കാർ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് പറയട്ടെ, ഇത്രയും നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലാതെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. മൂന്നാമത്തേലാണ് സെറിയലാണ് കുടുങ്ങിയത്. ഞങ്ങൾക്ക് നീതി ആര് തരും? അതിനൊരു ഉത്തരം ആർക്കെങ്കിലും ഇവിടെ നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം. 3 സർക്കാർ ഹോസ്പിറ്റലാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നീതി നിഷേധിക്കുന്നു? അതിന് ഉത്തരം ജയിക്കുമെന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സെന്റർ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ PMJY ഉണ്ട്, കാസ്പ് ഉണ്ട്. ഈ കേരളത്തിലെ പേരാണ് കാസ്പ്, PMJY എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ ആണ്. രണ്ടുപേരും ഈക്വൽ ആയിട്ട് അതിന്റെ ഒരു ഫണ്ടിങ് റേറ്റ് ഉണ്ട്. അപ്പം ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രോബ്ലം നടന്നു, ഒരു സർജിക്കൽ പ്രോബ്ലം നടന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് വരെ കേസ് വരും. കാരണം അതിന് വിക്കേരിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ വിക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമേ എനിക്ക് തോന്നുന്നു ശ്രീ ലാല് പറഞ്ഞിട്ടുള്ളൂ. അല്ല, അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായി കഴിയുമ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുള്ള രോഗികളാണ് വന്നിട്ടുള്ളത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഗവൺമെൻറ്റിലായിരുന്നു, ഇപ്പോഴും പ്രൈവറ്റിലാണ്. അവിടെ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെതിരെ FIR വരുന്നുണ്ട്. ഡോക്ടർമാരും തല്ലുന്നുണ്ട്. വന്ദനാദാസിൻ്റെ മരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2023 മെയിലാണ് നടന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ആഴ്ചയും ഒരു ഡോക്ടറെ തല്ലുന്നുണ്ട് എവിടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖല ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് സംസ്ഥാനത്തിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചെയ്ത ഡോക്ടർക്ക് അത് നെഗ്ലിജൻസ് ആണെങ്കിൽ ആ ഡോക്ടർക്കും ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.